അങ്ങ് അമേരിക്ക വരെ എത്തുന്ന ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ പാകിസ്ഥാൻ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് വാർത്തകൾ വരുന്നത്. ഇതിൽ MIRV ടെക്നോളജി അടക്കം ഒരേ മിസൈലിൽ ഒന്നിലധികം പോർമെനുകൾ ഘടിപ്പിക്കാൻ കഴിവുള്ള ടെക്നോളജിയാണ് MIRV എന്ന് പറയുന്നത്. ഏതായാലും പാകിസ്ഥാന്റെ ഈ ദീർഘദൂര ആണവ മിസൈൽ പദ്ധതി കാരണം ആർക്ക് നേരെയും ആദ്യം ആണവായുധം ഉപയോഗിക്കില്ല എന്നുള്ള നമ്മുടെ നയം പുനഃപരിശോധിക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിക്കും എന്നാണ് വിദഗ്ധർ പറയുന്നത്. അങ്ങനെ വിശ്വസിക്കാൻ നമുക്ക് പല കാരണങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. കാരണം നമ്മുടെ സുരക്ഷയും താല്പര്യങ്ങളെയും ബാധിക്കുന്ന സംഭവ വികാസങ്ങൾ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു എന്നാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം അടുത്തിടെ പ്രസ്താവിച്ചത്. ചൈനയുടെ സഹായത്തോടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാന്റെ ഈ ദീർഘദൂര മിസൈൽ പദ്ധതി ആണവായുധങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ചുള്ള പ്രഖ്യാപിത ആദ്യം ഉപയോഗിക്കേണ്ടതില്ല നോ ഫസ്റ്റ് യൂസ് നയത്തെക്കുറിച്ച് ഇന്ത്യ പുനർവിചിന്തനം ചെയ്യാൻ ഇടയാക്കും എന്ന് പല പ്രതിരോധ വിദഗ്ധരും ശക്തമായിട്ട് തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട്. അതിൻ്റെ കാരണങ്ങൾ പലതാണ്. ആദ്യം ആണവായുധം ഇന്ത്യ ഉപയോഗിക്കേണ്ടതില്ല എന്ന നയം പുനഃപരിശോധിക്കാനായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളിൽ തന്നെ വീണ്ടും പല കാലങ്ങളായിട്ട് ആഹ്വാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2016 അന്നത്തെ പ്രതിരോധ മന്ത്രി ശ്രീ മനോഹർ പരീക്കർ ഇന്ത്യയുടെ ആണവ സിദ്ധാന്തത്തിന് ഒരു അൺപ്രഡിക്റ്റബിലിറ്റി, മറ്റുള്ളവർ നമ്മൾ എന്ത് ചെയ്യും എന്ന് ഊഹിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിനെ വളരെ ശക്തമായിട്ട് പിന്തുണച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ പ്രതിരോധ മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗിന്റെ 2020 അഭിപ്രായങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ആദ്യം ആണവായുധം ഉപയോഗിക്കരുത് എന്ന സിദ്ധാന്തത്തോട് നമ്മൾ വളരെ ഉറപ്പോടെ നിലനിൽക്കുന്നു. എങ്കിലും ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം അസന്നിഗ്ധമായിട്ട് പ്രസ്താവിച്ചത്. ഇതൊക്കെയാണെങ്കിലും ഇന്ത്യയുടെ നോ ഫസ്റ്റ് യൂസ് ഡോക്ട്രിനിലെ ഏത് മാറ്റത്തിനും നിരവധി ഘടകങ്ങൾ നമ്മൾ കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഇന്റർനാഷണൽ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റിയോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയും അതുപോലെ തന്നെ 123 കരാറും തന്നെയാണ്. എന്നിരുന്നാലും പാകിസ്ഥാൻ 2750 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഷഹീൻ 3 മിസൈല് അടുത്തിടെ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത് വിജയകരമായിരുന്നു എന്നാണ് അറിയപ്പെടുന്നത്. അതിനുശേഷം വളരെ ദീർഘദൂര സ്ട്രൈക്ക് കേപ്പബിലിറ്റിയുള്ള ഷഹീൻ്റെ നൂതന വകഭേദങ്ങൾ അറിയപ്പെടുന്നത് 15000 കിലോമീറ്റർ വരെ റേഞ്ചുള്ള മിസൈലുകൾ പാകിസ്ഥാൻ വികസിപ്പിക്കുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. 2003 ഇന്ത്യയുടെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി, നമ്മുടെ CCS, ആദ്യമായിട്ട് പരസ്യമാക്കിയ ഇന്ത്യയുടെ നോ ഫസ്റ്റ് യൂസ് ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ് നയം ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിരമിച്ച ഒരു എയർ മാർഷലും ഇന്റഗ്രേറ്റഡ് മുൻ ഡെപ്യൂട്ടി മേധാവിയുമായിട്ടുള്ള M മാതേശ്വരൻ നമ്മുടെ സുരക്ഷാ സാഹചര്യത്തെ ആശ്രയിച്ച് ഈ നയം മാറ്റത്തിന് വിധേയമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് ആദ്യ ഉപയോഗ നയം പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചേക്കാവുന്ന വളരെ ശക്തമായ ഒരു സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ ഇന്ത്യയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇങ്ങനെയൊരു നയം, അതായത് ആദ്യം ആണവായുധം ഉപയോഗിക്കില്ല എന്ന നയം പാകിസ്ഥാനില്ല എന്ന് മാത്രമല്ല, ഈ ദീർഘദൂര ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളുടെ വികസനം ഇതുവരെ പരസ്യമായിട്ട് പാകിസ്ഥാൻ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതും ഒരു വാസ്തവമാണ്. പിന്നെ നമുക്ക് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പാകിസ്ഥാൻ എപ്പോഴും പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്ന്. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ പല പ്രാവശ്യം വെല്ലുവിളിച്ചിട്ടുള്ള പോലെ തന്നെ പാകിസ്ഥാൻ ഒരു ന്യൂക്ലിയർ വെപ്പൺ ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ വേണ്ടി വന്നാൽ ഇന്ത്യ അത് മുൻകൂട്ടി കണ്ട് ആണവായുധം പാകിസ്ഥാന് നേരെ ഉപയോഗിക്കണം എന്നുള്ള ഒരു അഭിപ്രായം ശക്തമായിട്ട് വരുന്നത്. പിന്നെ നമ്മളിതിൻ്റെ മറ്റൊരു വശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിറിയയിലെയും അതുപോലെ ഗാസയിലെയും ഒക്കെ സംഭവ വികാസങ്ങൾ കണക്കിലെടുത്താൽ ഇസ്ലാമിക ലോകത്ത് ഒരു സുരക്ഷാ ശൂന്യത ഉണ്ട് എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. എന്നിരുന്നാലും ഈ മേഖലയിൽ ഒരു ബദൽ സുരക്ഷാ ദാതാവായിട്ട് ഉയർന്നു വരാനായിട്ട് പാകിസ്ഥാനെ ഏതായാലും അമേരിക്ക അനുവദിക്കില്ല എന്നുള്ളതും ഒരു വാസ്തവമാണ്. പാകിസ്ഥാന്റെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിന്ന് ഫേസ് ചെയ്യുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. പിച്ച ചട്ടിയുമായിട്ടാണ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി പല സമ്പന്ന രാഷ്ട്രങ്ങളിലും കയറി ഇറങ്ങുന്നത്. അവരുടെ ഈ സാമ്പത്തിക കഷ്ടപ്പാടുകൾ കൃത്യമായ രീതിയിൽ നാവിഗേറ്റ് ചെയ്യാനായിട്ട് IMF പോലെയുള്ള പാശ്ചാത്യ വായ്പാ ദാതാക്കളെ അവർ ഭയങ്കരമായിട്ട് ആശ്രയിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പദ്ധതികളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും IMF പോലെയുള്ള സംഘടനകൾ പാകിസ്ഥാനുള്ള ഫണ്ടിങ്ങിൽ വളരെ ശക്തമായ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരും എന്നുള്ളതും ഒരു സാധ്യതയാണ്. പക്ഷേ ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. കാരണം അടുത്ത കാലത്താണ് അമേരിക്കയുടെ സ്വന്തം ജോ ബൈഡൻ $450 മില്യൺ പാകിസ്ഥാന് ചുമ്മാതെ എടുത്തങ്ങ് കൊടുത്തത്. ഏതായാലും പാകിസ്ഥാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയെക്കുറിച്ചുള്ള US സമ്മർദ്ദം വളരാൻ പോവുകയാണ്. അമേരിക്കയുടെ ഉപരോധം രാജ്യത്തിന്റെ ദീർഘദൂര മിസൈൽ ശേഷികളിൽ വലിയ സ്വാധീനമൊന്നും ചെലുത്താൻ പോകുന്നില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. കാരണം അതിനെ ഇന്ന് ശക്തമായിട്ട് പിന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത് ചൈനയാണ്.
ചൈന പാകിസ്ഥാനെ കൊണ്ട് ഈ മിസൈലുകൾ ഡെവലപ്പ് ചെയ്യിക്കുക എന്ന് പറയുന്നത് ഒരു പക്ഷേ പാകിസ്ഥാൻ ഡെവലപ്പ് ചെയ്യുന്നതാവില്ല. ചൈന ടെക്നോളജി ട്രാൻസ്ഫർ അടക്കം അല്ലെ അതിൻ്റെ ഐറ്റംസ് ട്രാൻസ്ഫർ അടക്കം ചെയ്ത് പാകിസ്ഥാനിൽ നിർമ്മിക്കുന്നതാകാൻ സാധ്യതയുണ്ട്, അമേരിക്ക ലക്ഷ്യം വയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെ. 1980-കളിൽ പാകിസ്ഥാൻ്റെ ആണവ പദ്ധതിക്ക് നേരെ കണ്ണടച്ചത് അമേരിക്ക തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അമേരിക്കയ്ക്ക് അതിൻ്റെ പുറത്ത് വലിയ നിയന്ത്രണമൊന്നുമില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഉപരോധം എന്നൊക്കെ പറയുന്നത് വെറും ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ട് മാത്രമാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ചൈന തന്നെയാണ് ഈ പാകിസ്ഥാൻ്റെ ആണവ പദ്ധതിയുടെ പുറകിൽ വളരെ ശക്തമായ പിന്തുണ നൽകുന്നത്. പാകിസ്ഥാൻ്റെ നാഷണൽ ഡെവലപ്മെൻറ്റ് കോംപ്ലക്സിനും അതുപോലെ തന്നെ ദീർഘദൂര മിസൈലുകൾ വികസിപ്പിക്കുന്നതിന് സഹായിക്കുന്ന 3 സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് എതിരെയാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അമേരിക്കയുടെ NSAയുടെ അതായത് ഡെപ്യൂട്ടി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ജോൺ ഫിന്നർ പറഞ്ഞിട്ടുള്ളത് ആണവശേഷി ഉള്ളതാക്കാവുന്ന ദീർഘദൂര മിസൈലുകൾ വികസിപ്പിക്കുന്നതിനുള്ള പാകിസ്ഥാന്റെ ഉദ്ദേശം അളക്കാൻ US വളരെ ബുദ്ധിമുട്ടാണെന്നാണ്. അതുകൂടാതെ പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ഈ മിസൈൽ പദ്ധതി അമേരിക്കയ്ക്കെതിരെ ഉയർന്നു വരുന്ന വലിയൊരു ഭീഷണിയാണ് എന്നും ഫെനർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഈ ഒരു എക്സ്റ്റൻഡഡ് മിസൈൽ പ്രോഗ്രാം ഇന്ത്യക്കും തീർച്ചയായിട്ടും ഭീഷണി തന്നെയാണ്. ഈ ഷഹീൻ മിസൈലുകൾ ഇങ്ങനെ തിരുവനന്തപുരം വരെ ലക്ഷ്യമിടാൻ കേപ്പബിലിറ്റി ഉള്ളതാണ് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. എത്ര ശക്തമായ മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഉണ്ടെങ്കിലും നമ്മൾ ഇസ്രായേലിൽ കണ്ടതാണ് 180 മിസൈൽ ഒന്നിച്ചിറാൻ തൊടുത്തു കഴിഞ്ഞപ്പോൾ കുറേ എണ്ണം താഴെ എത്തും, അത് പൊട്ടുകയും ചെയ്യും. ഇത് നമ്മൾ കണ്ടതാണ്. ഇന്ത്യയുടെ കയ്യിലുള്ള പ്രധാനപ്പെട്ട ന്യൂക്ലിയർ മിസൈലുകളുടെ കണക്കും കൂടെ ഒന്ന് നോക്കിയിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം അഗ്നി സീരീസ് മിസൈലുകളാണ്, അഗ്നി 1 മുതൽ അഗ്നി 5 വരെ. അതിൽ തന്നെ അഗ്നി 5 എന്ന് പറയുന്നത് MIRV കേപ്പബിലിറ്റി ഉള്ളതാണ്. 10 മുതൽ 12 വരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പോർമനുകൾ വഹിക്കാൻ ശേഷിയുള്ള അഗ്നി 5ൻ്റെ റേഞ്ച് 5000 മുതൽ 8000 കിലോമീറ്റർ വരെയാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. പിന്നെ നമ്മുടെ കയ്യിൽ MIRV ടെക്നോളജിയോട് കൂടിയുള്ള അഗ്നി 6 നമ്മുടെ പണിപ്പുരയിലാണ്. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 8000 മുതൽ 12000 കിലോമീറ്റർ വരെ ആയിരിക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. കൂടാതെ നമ്മുടെ തൊട്ട അയലക്കത്ത് കിടക്കുന്ന രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഷോർട്ട് റേഞ്ച് ആയിട്ടുള്ള പൃഥ്വി സീരീസ് മിസൈലുകൾ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ഇന്ത്യയുടെ സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റിക്ക് ശക്തി പകരാനായിട്ട് 3500 കിലോമീറ്ററുള്ള K4 എന്ന സബ്മറീൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ ഉണ്ട്. അതുപോലെ തന്നെ ന്യൂക്ലിയർ കേപ്പബിലിറ്റിയും MIRV കേപ്പബിലിറ്റിയുമുള്ള K5 സബ്മറീൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലുകൾ നമ്മുടെ പണിപ്പുരയിലാണ്. അത് 5000 കിലോമീറ്ററിലധികം റേഞ്ച് ഉണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 6000 കിലോമീറ്ററിലധികം റേഞ്ചുള്ള അതേ കാറ്റഗറിയിൽ വരുന്ന K6 മിസൈലുകളും നമ്മുടെ പണിപ്പുരയിൽ ഉണ്ട്. ഇതിനൊക്കെ പുറമെ 900 കിലോമീറ്റർ വരെ റേഞ്ചുള്ള ലോകത്തിലെ ആദ്യത്തെ സൂപ്പർസോണിക് ക്രൂസ് മിസൈലായിട്ടുള്ള ബ്രഹ്മോസ് നമ്മുടെ കയ്യിലുണ്ട് ധാരാളമായിട്ട്. പിന്നെ നമ്മൾ അടുത്തിടെ വിജയപൂർവ്വം അഭിമാനകരമായിട്ടൊരു ഹൈപ്പർസോണിക് ക്രൂസ് മിസൈലും നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മിസൈൽ ടെക്നോളജിയുടെ കാര്യം വരുമ്പോൾ ചൈനയോടൊപ്പം കിടപിടിക്കാനുള്ള എല്ലാ കേപ്പബിലിറ്റീസും നമുക്കുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ്റെ ഡെവലപ്മെൻറ്റിനേക്കാളൊക്കെ നമ്മൾ ഒരുപാട് മുമ്പിലാണ് എന്ന് പറഞ്ഞാലും ശത്രുവിൻ്റെ കയ്യിലുള്ള ലോങ് റേഞ്ച് മിസൈലുകൾ ഏതൊരു രാജ്യത്തിനും ഒരു ഭീഷണി തന്നെയാണ്. അമേരിക്കയ്ക്ക് പോലും ഇന്ന് ഭീഷണിയാണെന്ന് കരുതപ്പെടുന്നുണ്ട്. കാത്തിരുന്ന് കാണാൻ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളെല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. വീണ്ടും കാണാം. ജയ് ഹിന്ദ്.